ഹലോ, PSC എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മാഡം ഭിക്കാജി ഗാമ 1861 ബോംബെയിൽ ജനിച്ച വ്യക്തിയാണ് മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്ന വ്യക്തി ഭിക്കാജി ഗാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഭിക്കാജി ഗാമ. ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വർഷം 1907. ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വർഷം 1907. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് ഭിക്കാജി ഗാമ. പാരീസിൽ നിന്നും മാഡം ഗാമ പുറത്തിറക്കിയ മാസിക വന്ദേ മാതരം. വന്ദേ മാതരം മാസിക പാരീസിൽ നിന്നിറക്കിയതാരാണ്? മാഡം ഭിക്കാജി ഗാമ. 1861 എവിടെ ജനിച്ചു? ബോംബെയിൽ ജനിച്ച വ്യക്തിയാണ് മാഡം ഭിക്കാജി ഗാമ. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ്, ഇന്ത്യയുടെ മകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വർഷം 1907. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് ആര്? ഭിക്കാജി ഗാമ. പാരീസിൽ നിന്നും മാഡം ഗാമ പുറത്തിറക്കിയ മാസികയാണ് വന്ദേ മാതരം. VD സവർക്കർ സ്ഥാപിച്ച അഭിനവ ഭാരത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചാണല്ലേ, VD സവർക്കർ സ്ഥാപിച്ച അഭിനവ ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്ന വ്യക്തിയാണ് മാഡം ഭിക്കാജി ഗാമ. അപ്പോൾ എന്തിൻ്റെയാണ്? VD സവർക്കർ സ്ഥാപിച്ച അഭിനവ ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്നു ഭിക്കാജി ഗാമ. മാഡം ഗാമ മുംബൈയിൽ വെച്ച് അന്തരിച്ചു അല്ലേ? മാഡം ഗാമ എവിടെ വെച്ചാണ്? മുംബൈയിൽ വെച്ച് അന്തരിച്ചു. ഏത് വർഷത്തിലാണ്? 1936 അവർ അന്തരിച്ചു. അപ്പോൾ മാഡം ഗാമ മുംബൈയിൽ വെച്ച് അന്തരിച്ച വർഷം ഏതാണ്? 1936. സരോജിനി നായിഡു 1879 ഫെബ്രുവരി 13 ഹൈദരാബാദിൽ ജനിച്ചു. സരോജിനി നായിഡു 1879 ഫെബ്രുവരി 13 ഹൈദരാബാദിൽ ജനിച്ചു. സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹം അറിയപ്പെടുന്നത് ഗോൾഡൻ ത്രഷോൾഡ്. ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹം അറിയപ്പെടുന്നത് ഗോൾഡൻ ത്രഷോൾഡ്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ഗാന്ധിജി. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 1916 ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസഡർ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന. 1916 ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസഡർ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ഏതാണ്? കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരികെ നൽകി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരികെ നൽകി. സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം 1925 കാൺപൂർ സമ്മേളനം. സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം 1925 കാൺപൂർ സമ്മേളനം. ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് 1931. ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നാണ്? 1931. സരോജിനി നായിഡു ഗാന്ധിജിയെ സ്നേഹപൂർവ്വം വിളിച്ചത് മിക്കി മൗസ്. ഓക്കെ അല്ലേ? സരോജിനി നായിഡു ഗാന്ധിജിയെ സ്നേഹപൂർവ്വം വിളിച്ചത് എന്തെന്നാണ്? മിക്കി മൗസ്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഗാന്ധിജി. അപ്പോൾ ഗാന്ധിജി സരോജിനി നായിഡുവിനെ എന്തെന്ന് വിശേഷിപ്പിച്ചു? ഇന്ത്യയുടെ വാനമ്പാടി എന്ന്. തിരിച്ച് സരോജിനി നായിഡു എന്തെന്നാണ് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ? മിക്കി മൗസ് അല്ലേ? പേർഷ്യൻ ഭാഷയിൽ സരോജിനി നായിഡു രചിച്ച നാടകമാണ് മഹർ മുനീർ. പേർഷ്യൻ ഭാഷയിൽ സരോജിനി നായിഡു രചിച്ച നാടകമാണ് മഹർ മുനീർ. സരോജിനി നായിഡു ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ 3 കവിതകൾ ദി ഗോൾഡൻ ത്രഷോൾഡ്, ദി ബേർഡ് ഓഫ് ടൈം, ദി ബ്രോക്കൺ വിങ്സ്. ദി ഗോൾഡൻ ത്രഷോൾഡ്, ദി ബേർഡ് ഓഫ് ടൈം, ദി ബ്രോക്കൺ വിങ്സ്.
മകളായ പത്മജ നായിഡു പ്രസിദ്ധീകരിച്ച സരോജിനി നായിഡുവിൻ്റെ കൃതിയാണ് ദി ഫെദർ ഓഫ് ഡോൺ. മരണാനന്തരം മകളായ പത്മജ നായിഡു പ്രസിദ്ധീകരിച്ച സരോജിനി നായിഡുവിൻ്റെ കൃതിയാണ് ദി ഫെദർ ഓഫ് ഡോൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി, ഭാരത കോകിലം. എന്തെന്നാണ് അറിയപ്പെട്ടത്? ഭാരത കോകിലം. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി വഹിച്ച ആദ്യ വനിത. ഏത് സ്റ്റേറ്റിൻ്റെ ആണിടെ? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി വഹിച്ച ആദ്യ വനിത ആരാണ്? സരോജിനി നായിഡു. സ്വതന്ത്ര ഇന്ത്യയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണറാണ് സരോജിനി നായിഡു. ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വ്യക്തി, ഭാരത കോകിലം എന്നറിയപ്പെടുന്ന വ്യക്തി, കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവി വഹിച്ച ആദ്യ വനിത. ഏത് സ്റ്റേറ്റാണ്? ഉത്തർപ്രദേശ്. സ്വതന്ത്ര ഇന്ത്യയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണറാണ് സരോജിനി നായിഡു എന്ന് പറയുന്നത്. അപ്പോൾ എന്നാണ് അവരുടെ മരണം? എന്നാണ് സരോജിനി നായിഡുവിൻ്റെ? 1949 മാർച്ച് 2 ലക്നൌവിൽ. എവിടെയാണ് ജനിച്ചത്? 1879 ഫെബ്രുവരി 13 ഹൈദരാബാദിൽ ജനിച്ചു. 1949 മാർച്ച് 2 എവിടെയാണ്? ലക്നൌവിലാണ് മരണം. ഓക്കെ അല്ലേ? സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റായ സമ്മേളനം എന്നാണ്? 1925 കാൺപൂർ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് 1931. ഗാന്ധിജി സരോജിനി നായിഡുവിനെ വിളിച്ചത് ഇന്ത്യയുടെ വാനമ്പാടി. സരോജിനി നായിഡു ഗാന്ധിജി വിളിച്ചത് മിക്കി മൗസ്. പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ 3 കവിതകൾ ഏതൊക്കെയാണ്? ദി ഗോൾഡൻ ത്രെഷോൾഡ്, ദി ബാഡ് ഓഫ് ടൈം, ദി ബ്രോക്കൺ വിങ്സ്. മരണാനന്തര മകളായ പത്മജ നായിഡു പ്രസിദ്ധീകരിച്ച സരോജിനി നായിഡുവിൻ്റെ കൃതിയാണ് ദി ഫെദർ ഓഫ് ഡാൺ എന്ന് പറയുന്നത്. രാഷ്ട്രീയ ഗുരുവാണ് ആരാണ് സരോജിനി നായിഡുവിൻ്റെ? ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗോൾഡൻ ത്രെഷോൾഡ് എന്ന് അറിയപ്പെടുന്നത്. 1914 ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസിഡർ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? മുഹമ്മദ് അലി ജിന്ന. കൈസറി ഹിന്ദു പദവി എന്തിനെ തുടർന്നാണ് തിരസ്കരിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസറി ഹിന്ദ് എന്ന ബഹുമതി തിരികെ നൽകിയത് ആരാണ്? സരോജിനി നായിഡു. ഓക്കെ അല്ലേ? താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.